ഹലോ, കുറച്ച് നാള് മുന്നേ ഉച്ചക്കത്തെ ഫുഡിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ എന്റെ ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാൻ ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തുന്നു പറഞ്ഞു. അത് കേട്ട ഉടനെ വേഗം തന്നെ ഞാൻ റെഡി ആയിട്ടാ. കാറി കയറിയ ഉടനെ അവൻ ചോദിച്ചത് വിശക്കുന്നുണ്ടോ, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടാൻ പണിയായിരിക്കും, വിശക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്തെങ്കിലും വാങ്ങാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഒന്നും നോക്കില്ല, ഞാൻ ഈ റോൾ അങ്ങോട്ട് വാങ്ങിച്ചു. സത്യം പറഞ്ഞ എവിടേക്കാ പോണേ, എന്തിനാ പോണേ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇവൻ പറഞ്ഞ ആ ഒരു എക്സൈറ്റ്മെന്റിൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കയറി ഇരുന്നതാണേ. എനിക്ക് സ്വതവേ ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ റൂമിൽ തന്നെയല്ലേ നമ്മൾ എപ്പോഴും ഇരിക്കണേ, അപ്പോൾ ഇങ്ങനൊക്കെ പോകുമ്പോൾ ഒരു സന്തോഷം. ഇങ്ങനെ കുറേ നേരം കാറിലിരിക്കുമ്പോൾ എനിക്ക് വൊമിറ്റിങ്ങിന്റെ ഒരു ടെൻഡൻസി വരും. അപ്പം ഞാൻ എൻ്റെ കാലുകൾ ഭദ്രമായി എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പതുക്കെ ഒന്ന് തടവാനും പറഞ്ഞ് ഞാനൊരു സൈഡിലായി. ആ തടവാൻ പറഞ്ഞത് ആള് മുതലാക്കണുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു വെല്ലപ്പ കിട്ടേണ്ട ചാൻസ് അല്ലേ, ആളങ്ങ് ആഘോഷിക്കട്ടെ. പിന്നെ ഞങ്ങൾ മാത്രല്ല, വേറൊരു കാറിൽ മാമിയൊക്കെ ഉണ്ടായിരുന്നു. അവര് വേറെ വഴിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറേയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ക്ഷീണമായി, നല്ല വിശപ്പായി. അവസാനം മാമ തന്നെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഞങ്ങളെടുത്ത് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോന്നോ, ഇനി ബാക്കി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു സ്പോട്ട് കിട്ടിയപ്പോൾ വേഗം പോയി കുറച്ച് റീലും ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ അവരവിടെ സെറ്റ് ചെയ്ത് പായൊക്കെ വിരിച്ച് ഫുഡ് അടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എത്തി, ഓറഞ്ചിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബിരിയാണി കഴിച്ചു, വാട്ടർമെലൻ കഴിച്ചു. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അന്താക്ഷരിയൊക്കെ കളിച്ച് പിന്നെ കുറച്ച് ഡാൻസും കൂടെ കളിച്ച് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ബീച്ചിലേക്കായിരുന്നു. അവിടെ ചെന്നുടനെ പിള്ളേരൊക്കെ ബീച്ചിലിറങ്ങി കളിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും അവിടെ സൈഡിലായിട്ട് അങ്ങനെ ഇരുന്നു, സംസാരിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു, അങ്ങനെ ഇരുന്നു, കുറേ നേരം റീൽസൊക്കെ കണ്ടു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ റൂമിലെത്തിയത് ഏകദേശം പുലർച്ചെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നമുക്ക് വലിയൊരു സുഖമില്ല അല്ലേ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പം എന്തായാലും അന്നത്തെ ഒരു ദിവസം നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.